നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ഇന്ന് നമ്മളൊരു ഇനിയിപ്പോൾ അങ്ങോട്ട് കുംഭം മകരം മാസം എന്ന് പറയുന്നത് കാളി ഉപാസനയുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു കാലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചും ദേവീ ഭക്തരെ സംബന്ധിച്ച് വളരെയധികം നമുക്ക് എന്താ പറയുക, ദേവി ഉപാസനയുടെയും പിന്നെ ക്ഷേത്രാരാധനയുടെയൊക്കെ ഒരു വിശിഷ്ടമായ ദിവസങ്ങളാണ് വരുന്നത്. ഫെബ്രുവരി 23 കുംഭഭരണി. കുംഭഭരണി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കൊടുങ്ങല്ലൂർ ഭരണി വരുന്നത് ഫെബ്രുവരി 23 ഈ കുംഭഭരണിയും അതുപോലെ തന്നെ മീനഭരണിയും ഭക്തരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കാളി ഉപാസകരെയും കാളി ഭക്തരെയും സംബന്ധിച്ച്, ദേവി ഭക്തരെ സംബന്ധിച്ച് വളരെ അവർക്ക് എന്തു പറയാൻ ആവേശമുള്ള ഒരു ദിവസങ്ങളാണ്. മീനഭരണി വരുന്നത് മാർച്ച് 22 അപ്പോൾ കുംഭഭരണിയും മീനഭരണിയും അടുത്തടുത്ത് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ജാതകത്തിൽ ഏറ്റവും നന്നായിട്ട് ശനിദോഷം ബാധിച്ചവരെയും ശനിദോഷം അകറ്റാനും അതുപോലെ തന്നെ ശനിയുടെ ദശാപഹാരം, ശനിയെക്കൊണ്ടുള്ള അനിഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാളി ഉപാസനയാണ് ദശമഹാവിദ്യയിൽ പറയുന്നത്. ദശമഹാവിദ്യ എന്ന് പറയുന്നത് ദേവിയുടെ 10 പ്രധാന ദേവിമാരുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ ദശമഹാവിദ്യയിൽ നമ്മൾ കാളീ ദേവിയുടെ പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ശനി ഗ്രഹത്തെയാണ്. അപ്പോൾ ശനിദോഷം അകലാൻ കാളി ഉപാസന വളരെ നല്ലതാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ, ശത്രുദോഷം, അനിഷ്ടങ്ങളൊന്നും ബാധിക്കാതിരിക്കാനും, കൺദൃഷ്ടിദോഷം, ആഭിചാരം, അതുപോലെ തന്നെ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. എങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ഇത് നമ്മളെ ബാധിക്കാതിരിക്കാൻ കാളി ഉപാസന നല്ലതാണ്. കാളി ദേവി മന്ത്രങ്ങൾ നല്ലതാണ്. ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചോറ്റാനിക്കര പോകുമ്പോൾ കീഴ്ക്കാവിൽ, അതുപോലെ തന്നെ പനയന്നാർക്കാവിൽ ഭദ്രകാളി, അതുപോലെ തന്നെയാണ് മണ്ണടി ഭഗവതി, അതുപോലെ തിരുമാന്താംകുന്ന് ഭഗവതി. ഇങ്ങനെ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഈ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. മന്ത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു. അതായത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്കത് എഴുതിയെടുക്കാം. എഴുതിയെടുത്തിട്ട് വേണം ബൈ ഹാർട്ടാക്കി ജപിക്കാൻ. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു, അതായത് ദേവിയുടെ, കാളീദേവിയുടെ ബീജാക്ഷരങ്ങളുള്ളൊരു മൂലമന്ത്രമാണ് ഞാൻ പറയുന്നത്. ദക്ഷിണകാളികാ മന്ത്രം എന്ന് പറയും. ഓം ക്രീം 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 ഹും ഹും ഹ്രീം 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 ദക്ഷിണകാളികേ ക്രീം 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 ഹ്രീം 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 സ്വാഹ. ഇത്രയേ ഉള്ളൂ മന്ത്രം. ഇത് നമുക്ക് നമ്മുടെ നിത്യജപത്തിൻ്റെ കൂടെയോ ദേവീ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ചെറിയ അളവിൽ ജപിച്ച് വന്നാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒന്നും ബാധിക്കത്തില്ല. ശനിദോഷം പൂർണ്ണമായിട്ട് അകന്ന് നമ്മളെ തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും വരും. അതേസമയം ഇത് ഉപാസനയായിട്ട് എടുക്കുന്നവർ ഇതിൻ്റെ കൃത്യമായ വിധി പ്രകാരം ദേവീ ഉപാസകരിൽ നിന്ന് ഉപാസനയായിട്ട് സ്വീകരിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ, ദേവീ ഉപാസകനായ ഒരു ഗുരുനാഥൻ്റെ നമ്പർ തരാം. അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ അദ്ദേഹം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്നൊരു കാളി എന്നല്ല, ദേവീ ഉപാസകനാണ്. അദ്ദേഹം കാളീദേവിയെയും അതുപോലെ തന്നെ ഭുവനേശ്വരിയെ നന്നായിട്ട് ഉപാസിച്ച് ദേവിയെ നന്നായി ദേവിയായിട്ടൊരു സഖ്യത്തിലുള്ള ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാളി ഉപാസന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ചും വിശിഷ്യ കുംഭഭരണി, അതായത് ഫെബ്രുവരി 23
അതുപോലെ മാർച്ച് 22-ന് വരുന്ന മീനഭരണി. ഈ ഭരണി ദിവസങ്ങളിൽ, അതുപോലെ മാസം തോറുമുള്ള ഭരണി നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ദേവിയുടെ ഭരണി നക്ഷത്രമാണ് ദേവിയുടെ നക്ഷത്രം. അപ്പോൾ ഭരണി നക്ഷത്രം തോറും ജപിച്ച് വന്നാൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും വരും. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലതേ വരൂ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷനും ലൈക്കും ചെയ്ത് നമ്മുടെ ഇനിയും പ്രോത്സാഹനത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഓം കാളീശ്വരിയേ നമഃ. ഓം കാളീശ്വരിയേ നമഃ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.